എപ്പിസോഡിൽ വന്ന വേണുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണുചേട്ടൻ പറഞ്ഞ പിന്നെ ലാലേട്ടൻ്റെ പിന്നെ ലാലിൻ്റെ ഒരു ലൊക്കേഷനിൽ പോവാന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലെയാണ്, ഒരു ആഘോഷമാണ്. ഒരു എത്ര ദിവസം 40 ദിവസം ഷൂട്ടിംഗ് ആണെങ്കിൽ ആ 40 ദിവസം നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. തീർച്ചയായിട്ടും അതൊരു കാരണം മറ്റു ലൊക്കേഷനുകളിൽ നിന്ന് നമ്മളെ ആ ലൊക്കേഷനിലേക്ക് പോകാൻ നമ്മളെ അട്രാക്ട് ചെയ്യും. അങ്ങനെ ഒരു ഫീല് ഭയങ്കരമായിട്ട്. അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ലാലിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ആലോചിക്കുക. എനിക്ക് സത്യം പറഞ്ഞ അമ്മ, എനിക്കിപ്പോഴും ഒരു 150 പ്രാവശ്യം കണ്ടിട്ടുണ്ട് 20-ാം നൂറ്റാണ്ട്. ഈ 151ാമത്തെ പ്രാവശ്യം കാണുന്ന സമയത്തും എൻ്റെ കണ്ണ് നിറഞ്ഞ് കരയാറുള്ള ഒരു സംഭവമാണ്. കാരണം മോനെ എന്ന് വിളിക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് പറയുമ്പോൾ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്, വല്ലാത്ത ഫീലിങ്ങാണ്. അതിനകത്ത് ഈ സാഗർ എന്ന് പറയുന്ന ക്യാരക്ടർ അവസാനം ഈ ശേഖരൻകുട്ടിയോടും ഒക്കെ ആ റിവെഞ്ച് എടുക്കാനുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമ്മയുടെ മരണമാണ്. തീർച്ചയായിട്ടും അതിലൂടെയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിൽ അമ്മയും മകനുമായി മാറുന്നത്. അമ്മയുടെ മനസ്സിൽ ശരിക്കും ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഒരു സീൻ ഏതാണെന്നറിയോ? കിരീടത്തില് രാമായണം വായിച്ചു തരുന്ന സീന്. അതല്ലാണ്ട് നെഞ്ചിനകത്ത് എന്തോ ഒന്ന് അള്ളിപ്പിടിച്ച മാതിരി തോന്നിയത്. വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ പറയും ഇറങ്ങിപ്പോണം അവിടുന്ന്, എനിക്ക് വേറെയുണ്ട് മക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം ലാല് തിരിഞ്ഞു നടക്കുമല്ലോ. അപ്പം ഞാൻ പുറകെ ഓടിച്ചെന്ന് മോനേന്ന് വിളിക്കുമ്പം പറയുന്നുണ്ട്, ജീവിതം എന്നെ കൈവിട്ടു പോണമ്മേന്ന്. എനിക്ക് എന്തോ നെഞ്ചിനകത്തൊരു ഒന്ന് കുത്തിയ മാതിരി തോന്നിയ ഒരു സിറ്റുവേഷനാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതായിരിക്കില്ല നമുക്ക് സംഭവിക്കുക. നമുക്ക് ശരിക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ ഹിസൈന സബ്ദുള്ള എന്തിന് അത് കഴിഞ്ഞ കാക്കക്കുയിൽ ഒക്കെ വന്നപ്പോഴത്തേക്കൊക്കെ അതിനകത്തൊക്കെ ഭയങ്കരമായ അനുഭവങ്ങൾ അമ്മയ്ക്ക് അന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരുപാട് രസകരമായ കാണാത്തവരാണല്ലോ. അയ്യോ, എന്തൊരു കുസൃതികളൊക്കെ എന്തൊക്കെയോ കാണിക്കും. അമ്മ ഈ കുസൃതിയുടെ കാര്യം പറയുമ്പോൾ അമ്മ പിന്നെ ഒരു കുസൃതി പറയണം, എന്തെങ്കിലും ഒരു രസകരം നമ്മുടെ പ്രേക്ഷകർക്ക്. അല്ല, കാരണം ഈ എല്ലാവരും പ്രേക്ഷകരെല്ലാം സിനിമയ്ക്കകത്തുള്ള ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ. സിനിമയ്ക്കുടെ പുറകിലുള്ള ലാലേട്ടനെ കൂടുതൽ കണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. എനിക്ക് പറയാനാവില്ല, അതൊരു സെറ്റിൽ വന്ന് കാണണം എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ലാൽ ആഹാരം കഴിക്കുന്ന കാണാൻ എനിക്കിഷ്ടമാണ്. കാരണം ഇത്രയും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ആഹാരം കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലെ നല്ല ആരെയും കണ്ടിട്ടില്ല. ആ ഒരു മുരിങ്ങക്കാണെങ്കിൽ അത് ചവച്ച് അതിൻ്റെ ചണ്ടി മാത്രമാക്കി വാട്ടിച്ച് ലാല് കഴിക്കുന്ന പ്ലേറ്റ് കഴുകണ്ട, അതുപോലെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കഴിക്കും. പിന്നെ നമ്മളൊക്കെ അടുത്തിരിക്കുകയാണ്, ചേച്ചി അത് കഴിച്ചു നോക്കി ചേച്ചി, അത് നല്ലതാണ് ചേച്ചി, അല്ലെങ്കിൽ അത് ഇച്ചിരി കഴിച്ചേ, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ലാലിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. വടക്കുന്നാഥൻ എനിക്ക് പേടിയായിരുന്നു. ഞങ്ങള് ആദ്യം ഹരിദ്വാറിലായിരുന്നു ഷൂട്ടിങ്. ആ സമയത്താണ് രേണുക മരിക്കുന്നത്. ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അപ്പം ഗംഗയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത് മകനാണെന്ന് അറിയിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നും പറഞ്ഞ് ഓടും. അവസാനം രക്ഷയില്ലാതാകുമ്പോഴത്തേന് ഗംഗയിൽ ഇറങ്ങി ചാടി എത്ര ദൂരമാണ് നീന്തിപ്പോയെന്നറിയാമോ? എനിക്കൊക്കെ ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കായിരുന്നു. ബിജുമേനോനുണ്ടായിരുന്നല്ലോ, ബിജുവും പുറകെ. അവസാനം ഞാൻ മുങ്ങി ചാവുമെന്ന് പറയുമ്പോഴാണ് ലാല് തിരിച്ചു വരുന്നത്. അപ്പം അടിയൊഴുക്കായിരുന്നു. അപ്പോൾ എനിക്ക് കാലൊന്നും നിൽക്കുന്നില്ല, ഞാൻ പത്തി പോവുക. ലാല് വട്ടം പിടിച്ചു തന്നെ, അടിയിൽ കൂടി ഇങ്ങനെ വട്ടം പിടിച്ചിരുന്നു. അങ്ങനെയാണ് ഷോട്ടൊക്കെ എടുത്തിരുന്നത്. പിള്ളേരൊക്കെ അപ്പുറം ഉണ്ടായിരുന്നു, കയറും കെട്ടിയിട്ട്. എന്നാലും അത്ര ദൂരം, ഏതാണ്ട് അക്കരെ എത്താറായി ലാല്. അത്രയും ദൂരം നീന്തിപ്പോയി. എന്തിനീ ഈ മഹാസമുദ്രം എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, 6 കിലോമീറ്റർ കടലിൽ പോയിട്ട് കടലിൽ ചാടി ലാല്, അറിയോ? എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട്. പക്ഷേ ഈശ്വരനുണ്ട് കൂടെ, ഒന്നും വരുത്തൂല. നമ്മുടെ
എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ. എന്നാലും ഭയങ്കര റിസ്ക് അല്ലേ. അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളൊരു സമാധാനത്തിനോ ഒക്കെ ഒക്കെ കൂടെ നിന്നിട്ടില്ലല്ലോ. കാരണം ഇപ്പം തന്നെ രേണുക ചേച്ചിയുടെ മരണം. അയ്യോ, അന്ന് ലാല് കുറേ നിർബന്ധിച്ചു എന്നോട് പോയിട്ട് വാ. കാരണം ഞങ്ങൾ 3 ആർട്ടിസ്റ്റേ ഉള്ളൂ അവിടെ. പിന്നെ ഗോവിന്ദൻകുട്ടിയെ അറിയാമല്ലോ, ഗോവിന്ദൻകുട്ടിയുടെ ഒരവസ്ഥയും ഷൂട്ടിങ് നടക്കാതിരുന്നാലുള്ള ഒരവസ്ഥയൊക്കെ ആലോചിച്ചിട്ടാണ്. പിന്നെ തലേന്ന് ഞാനിവിടെ വന്ന് അവളെ കണ്ടിട്ടായിരുന്നു ഞാൻ ഹരിദ്വാറിലേക്ക് പോയത്. അപ്പോൾ പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടും. അതുടനെ വരുന്ന കാര്യം നടക്കത്തുമില്ല. അപ്പോൾ അവിടെ ഷൂട്ടിങ് മുടങ്ങും. അപ്പോൾ എല്ലാം കൂടെ ആലോചിച്ചപ്പം പറഞ്ഞു, ഞാൻ പോണില്ല, ലാലിനെ കുട്ടാന്നാണ് ഞാൻ ഇന്ന് വരെ ലാലെന്നോ ആരോടെങ്കിലും പറയുമ്പം ലാലെന്നോ മോഹൻലാലെന്നോ പറയുന്നല്ലാണ്ട് ഇന്ന് വരെ എൻ്റെ മകളെയും ലാലിനെയും ഞാൻ പേര് വിളിച്ചിട്ടില്ല. അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻ ഈ പറഞ്ഞതുപോലെ ഒക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ കൂടെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അപ്പോഴൊക്കെയാണ് ഒരു മകന്റെ സാമീപ്യം തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട്. അമ്മ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പ്രേക്ഷകരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കരുതേ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെ, ഈ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓർമ്മ വരില്ല. അതാണ് സത്യം. ശരിക്കും ബാക്കിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം അവസാനിപ്പിക്കാം. ലാലേട്ടൻ്റെ അമ്മയുമായിട്ടുള്ള ഈ എപ്പിസോഡ്, ലാലേട്ടൻ്റെ മാത്രമല്ല എൻ്റെയും അമ്മയായിട്ടുള്ള ഈ എപ്പിസോഡ് ഇന്ന് അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അത് തുടരും. അതുവരെ നമസ്കാരം.